ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് അന്ന് എല്ലാ സാവകാശങ്ങൾക്കാണ് നന്ദിയോടെ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത് ശുശ്രൂഷകളൊക്കെയും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ ഇതിലൂടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഈ സഹോദരനെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ. ദുഷ്ടൻ്റെ യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കണില്ല. നിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് ഞങ്ങളെ പരിപാലിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും കർത്താവേ, ഈ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാം ഉയർത്തപ്പെടുവാനും ദൈവജനത്തിൻ്റെ മഹത്വവും മാധുര്യവും അനേകർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഈ ശുശ്രൂഷ മുഖാന്തരമായി തീരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും ഏഴാങ്ങയിലുമൊക്കെ കൊണ്ട് ഈ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അത് അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ മത്സരിക്കുവാനെത്തിയിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നേരത്തെയുള്ള സ്റ്റേജുകളിൽ നിന്ന് അല്പം വിഭിന്നമായ റൗണ്ട്സ് ഈ സ്റ്റേജിലുണ്ടാവും. എന്നാൽ മൊത്തമായി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 70% ഒരേ രീതിയിലാണ് മത്സരങ്ങൾ മുൻപോട്ട് പോകുന്നത്. ആദ്യ റൗണ്ടെന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം, 3 ചോദ്യങ്ങൾ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് 5 മാർക്ക് ലഭിക്കും. തെറ്റുകയാണെങ്കിൽ -1 മാർക്ക്. ഉത്തരവൊന്നുമില്ലെങ്കിൽ മാർക്കും ഇല്ല. റൈറ്റ്. സോ ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ബിബിൻ കെ മാത്യു. റൈറ്റ്. രണ്ടാമത്തത് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. സമാനമായ രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം, 5 മാർക്ക് ഒരു ചോദ്യത്തിന്, നെഗറ്റീവ് മാർക്സ് ഫോർ ദ റോങ് ആൻസർ. റൈറ്റ്. ദാറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് മിനി ജോൺസൺ. റൈറ്റ്. മൂന്നാമത്തത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ക്രിസ്ത്യൻ ഹിസ്റ്ററിയും ബൈബിൾ ഹിസ്റ്ററിയും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് സുബി ജോണിൽ നിന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. അടുത്തത് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നാം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ 2 സ്റ്റേജുകളിൽ ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിരുന്നു. എന്നാൽ നാം 3-ാം സ്റ്റേജിലേക്ക് വന്നപ്പോൾ 2 ചോദ്യങ്ങൾക്കും 5 മാർക്ക് വീതമുള്ള റൗണ്ടാണ് നാം നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം കഴിഞ്ഞ സ്റ്റേജിൽ വന്ന പല സഹോദരങ്ങളും ആവശ്യപ്പെട്ടു അവർക്ക് കൂടുതൽ ആളാം പ്രതി അവസരം ലഭിക്കണം. അതുകൊണ്ട് ബൈബിൾ ബമ്പർ റൗണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഈ പ്രാവശ്യം 5 ചോദ്യങ്ങളാണ് ബൈബിൾ ബമ്പർ റൗണ്ടിൽ നാം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. അപ്പോൾ പേഴ്സണലായിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ പോലും 15 മാർക്ക് ബൈബിൾ ബമ്പർ റൗണ്ടിലുണ്ട്. എല്ലാവർക്കും ഒരേ അവസരമാണുള്ളത്. നമ്മുടെ കൈയുടെ വേഗതയും മനസ്സിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ പലരും നിർണായകമായിട്ടുള്ള വിജയം ഇവിടെ നേടിയിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത് നാം എത്രയും പെട്ടെന്ന് മറുപടി നമ്മുടെ മനസ്സിൽ പൊങ്ങി വരണം. ഉടനെ നമ്മൾ ബസർ പ്രസ് ചെയ്യണം. ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ചോദിച്ച് തുടങ്ങുമ്പോൾ തന്നെ ബസർ പ്രസ് ചെയ്താലും എനിക്ക് വിരോധമില്ല. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകണം, അല്ലെങ്കിൽ -1 മാർക്ക് ലഭിക്കും. ഉത്തരം ശരിയാണെങ്കിൽ 3 മാർക്സ്. അതാണ് ബൈബിൾ ബമ്പർ റൗണ്ട്. അവസാനമായിട്ടിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് നമുക്ക് ഉണ്ടായിരുന്നത് ടെസ്റ്റ് മണി റൗണ്ടായിരുന്നു. പിന്നെ പാട്ടുകൾ പാടാൻ, അങ്ങനെ പല സാഹചര്യമുണ്ട്. റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ഈ പ്രാവശ്യം നമുക്കുള്ള സ്പെഷ്യൽ റൗണ്ട് വോയിസ് ഓഫ് ടൈംസ് റൗണ്ടാണ്. കാലഘട്ടത്തിൻ്റെ ശബ്ദം. അപ്പോൾ നാം ഇവിടെ വിഷയം നൽകിയിട്ട് 7 മിനിറ്റ് പ്രസംഗിക്കണം. ഏറ്റവും മിനിമം സ്പീക്കിംഗ് ടൈം 6 മിനിറ്റ്സ്. ഏറ്റവും കുറഞ്ഞ 6 മിനിറ്റും പരമാവധി സമയം 7 മിനിറ്റുമാണ്.
6 മിനിറ്റിന് താഴെ സംസാരിക്കുന്നതെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകും. 7 മിനിറ്റിന് ഉപരിയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ മാർക്ക് കുറയും. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. ഓക്കെ, 7 മാർക്കാണ് ഇതിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷി ശുശ്രൂഷയുടെ പങ്ക്, അതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇവിടെ പ്രസംഗിക്കേണ്ടത്. 6 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് വാണിംഗ് ബില്ല് ഉണ്ടാവും. ആ വാണിംഗ് ബില്ല് കഴിഞ്ഞ് 1 മിനിറ്റ്, 7 മിനിറ്റ്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടെ പ്രസംഗം സമ്മപ്പ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. പ്രത്യേകിച്ചില്ല. യെസ് സുബി, ആൻസർ പറയാൻ ഒരു ചാൻസേ ഉള്ളൂ. ഏത് ആൻസറാ സുബി? സാധാരണ ചോദ്യങ്ങൾക്ക്. സാധാരണ ചോദ്യങ്ങൾ. അപ്പം സുബിയോട് ചോദ്യം ചോദിച്ചാൽ ആ ഒരു ആൻസർ ആ സമയമല്ലേ ഉള്ളൂ. പിന്നെ എന്താ എന്താ ചോദിച്ചത്? തെറ്റായാൽ പിന്നെ പറയാനുള്ള അത് തെറ്റായാൽ നമ്മുടെ അവസരം, നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ അടുത്ത ആളാണ്. ആ ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും 3 പേർക്കും ആൻസർ ഇല്ലെങ്കിൽ വീണ്ടും താങ്കൾ ചോദിക്കുകയാണെങ്കിൽ അന്നൊരു ഔചിത്യമുണ്ടെങ്കിൽ ഒരു അവസരം തരും. അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരേ അവസരമേ ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളത് പാസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ഉത്തരം തെറ്റായിപ്പോയി 2 പേരും പറയുന്നില്ല എങ്കിൽ വീണ്ടും നമുക്ക് തോന്നി വേറൊരു ആൻസറാണെന്ന് പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും മാർക്ക് കുറയും. പക്ഷേ ഒരു അവസരം നൽകും. നിങ്ങളെ തന്നെ ഇനിയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ബിബിൻ കെ മാത്യു. ഞാൻ കോട്ടയമാണ് സ്വദേശം. തിരുവനന്തപുരത്ത് ഉള്ളൂർ താമസിക്കുന്നു. RCCയിലെ നഴ്സിംഗ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഭാര്യയും ഒരു കുഞ്ഞുമുണ്ട്. എൻ്റെ പേര് സുബി ജോൺ. എൻ്റെ സ്ഥലം പത്തനാപുരം. എനിക്ക് ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. എൻ്റെ പേര് മിനി ജോൺസൺ. ഞാൻ ആറന്മുളയ്ക്കടുത്തുള്ള കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ മെഴുവേലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. ഭർത്താവും 2 കുഞ്ഞുങ്ങളും. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ് മിസ് രാജീവ് വർഗീസ് കഴിഞ്ഞ സ്റ്റേജ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയ പത്നിയും യേശുവിൻ്റെ കൂട്ടുവേലക്കാരിയുമാണ്. മിസ് രാജിയെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളത് മിസ്സസ് ബ്ലസ്സി സജിയാണ്. ബാല്യം മുതൽ ഈ ശുശ്രൂഷയിൽ വളർന്ന സഹോദരിയാണ്. ഇപ്പോൾ തിരുവല്ലയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സ്കോർ കീപ്പറായിട്ട് വരുവാൻ തക്കവണ്ണം ഇടയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ബ്ലസ്സിയെ കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ എളിയ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും അനേകർക്ക് കർത്താവിനെ അനുഭവമാക്കുവാനും ദൈവവചനം മനസ്സിലാക്കുവാനും അനേകർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. So we come to the first round, Old Testament round. Question goes to Bibin K. Matthew. Right? Are you ready? Yes. Ready yet? അല്പം nervous ആണ് തോന്നുന്നു. അതെ. എന്തിനാ nervous ആണ്? It's nothing. Don't worry. Be easy. Okay, I'll make it easy for you. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. മനസാന്നിധ്യം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഇതിൻ്റെ തകരാറ് വരുന്നത്. Alright. എസ്തേറിൻ്റെ പുസ്തകത്തിൽ എത്ര സ്ത്രീകളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു? അവർ ആരെല്ലാം? രണ്ട് സ്ത്രീകൾ. -1 mark for Bibin K. Matthew. Right? Yes, Mrs. Subi John. 3 ശരി. ആരെല്ലാമാണ്? വസ്തി, എസ്തർ, സേരഷ്. എസ്തർ, സേരഷ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ അസ്തിയോ? വസ്തി രാജ്ഞി. ഉത്തരം വളരെ ശരിയാണ്. So 4 marks for Subi John. Right? And the next question goes to Subi. യഹൂദ രാജാവായി അഭിഷേകം ചെയ്ത ഹിസ്കിയ രാജാവ് അറിയാമല്ലോ. യഹൂദ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ഹിസ്കിയ രാജാവ് ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താണ്? എനിക്ക് വിശദമായ ഉത്തരമാണ് ആവശ്യമായിരിക്കുന്നത്. താമര സർപ്പത്തെ ഉടച്ചു കളഞ്ഞു. -1 mark for Subi John. Yes, Mrs. Minnie Johnson. Pass. Now Bibin K. Matthew, come on.
യഹോവയുടെ ആലയത്തിൻ്റെ ആരാധന പുനഃസ്ഥാപിച്ചു. എങ്ങനെ? പുരോഹിതന്മാരെ പുരോഹിതന്മാരില്ല ആരാധന നടക്കത്തില്ലല്ലോ. അതൊരു കൊനഷ്ട മറുപടിയാണല്ലോ, ഇല്ലേ? പുരോഹിതന്മാരില്ലാതെ ആരാധന നടക്കും. പക്ഷേ ഇസ്ക്യാവിൻ്റെ കാലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആലയത്തെ ശുദ്ധി പറഞ്ഞു എല്ലാം പറഞ്ഞു, പറയുന്ന എല്ലാം പറഞ്ഞാൽ മനസ്സിലെ ടെൻഷൻ മാറട്ടെ. പറഞ്ഞോളൂ. ആലയത്തെ ശുദ്ധീകരിച്ചു. പിന്നെ പുരോഹിതന്മാരുടെ ശുശ്രൂഷ യഥാസ്ഥാനത്ത്. അപ്പോൾ ആലയത്തെ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ ആലയം എല്ലാം തൂത്തുവാരി. പിന്നെ താങ്കൾ ശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താ അദ്ദേഹം ചെയ്തത്. ചെന്നെല്ലാം തൂത്തുവാരി, എല്ലാം അടിച്ചു വാരി, എന്നിട്ട് പുരോഹിതന്മാരെ കൊണ്ടുവന്നു. അങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ശുശ്രൂഷകൾ നടത്തി. തീർച്ചയായിട്ടും പുരോഹിതന്മാരുണ്ടെങ്കിലേ ശുശ്രൂഷ നടക്കത്തുള്ളൂ. അതും ശരിയായ കാര്യമാണ്. പക്ഷെ മറുപടി ഇതൊന്നും അല്ല. താങ്കൾ പറഞ്ഞത് ഹിസ്കിയാവ് ആരാധന പുനരാരംഭിച്ചു, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഹിസ്കിയാവ് ആരാധന പുനരാരംഭിക്കുന്നതിന് മുൻപ് ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം പതിറ്റാണ്ടുകളായി അടച്ചിരുന്ന ദേവാലയം 1-ാം തീയതി തുറന്ന് അറ്റകുറ്റപ്പണി നടത്തി 16-ാം ദിവസമാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസം 1-ാം ദിവസം അവൻ ദേവാലയം അടഞ്ഞ് പതിറ്റാണ്ടുകളായിട്ട് അടച്ചിരുന്ന ദേവാലയം തുറന്നു, അറ്റകുറ്റപ്പണികൾ നടത്തി. എന്നിട്ട് ആ പുരോഹിതന്മാരെ വരുത്തുന്നത്. അല്ലാതെ ദേവാലയം തൂത്തുവാരുകയല്ല. പതിറ്റാണ്ടുകളായി വിഗ്രഹങ്ങളാൽ നിറഞ്ഞു കിടന്നിരുന്ന ദേവാലയം അവൻ ശുദ്ധീകരിച്ചു, അറ്റകുറ്റപ്പണികൾ നടത്തി. ആം ഐ റൈറ്റ്? അപ്പോൾ താങ്കൾ അവിടെ ആരാധന നടത്തിയ ആദ്യത്തെ കാര്യത്തിൽ പറഞ്ഞതുകൊണ്ട് ഇത്രയും മറുപടികളിൽ 1 മാർക്ക് കൊടുക്കുക. 1 മാർക്ക്. 4 കാര്യങ്ങളായിരുന്നു. മനസ്സിലായില്ലേ? ഇതറിഞ്ഞുകൂടായിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. റൈറ്റ്. 3-ാമത്തെ ചോദ്യം മിനി ജോൺസണോടാണ്. ഫറവോൻ ആളയച്ച് യോസഫിനെ കാരാഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചത് എത്ര സ്വപ്നങ്ങളുടെ വ്യാഖ്യാനത്തിനായിട്ടാണ്? 2 സ്വപ്നങ്ങളുടെ. എന്താണ് ആ സ്വപ്നങ്ങൾ? ഒന്ന് പശുക്കളുടെ സ്വപ്നം, ഒന്ന് നെൽക്കതിറിൻ്റെ സ്വപ്നം. ഉത്തരം വളരെ ശരിയാണ്. 5 marks for മിനി ജോൺസൺ. So that brings us to the end of the Old Testament round. Will you please give the scorecard? Mr. Bibin K. Matthew Neil. Mr. Bibin K. Matthew Neil, yes. Subi John 3. Subi John 3. Mrs. Minnie Johnson 5. Mrs. Minnie Johnson 5. Right. We go to the New Testament round. ആദ്യത്തെ ചോദ്യം മിസ് മിനി ജോൺസണോടാണ്. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കായി വേർതിരിക്കൂരെന്ന് ആരോട് പറഞ്ഞു? യെസ് മിസ് സുബി ജോൺ. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരോട്. പരിശുദ്ധാത്മാവാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? അപ്പോസ്തലന്മാരോട്, പത്രോസിനോട്. ഏത് അപ്പോസ്തലനോട് പറഞ്ഞു? പത്രോസ്. പരിശുദ്ധാത്മാവ് അവിടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഉപവസിച്ചുകൊണ്ടിരുന്നൊരു സമൂഹത്തോടാണ് പറഞ്ഞത്. പത്രോസ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, മറ്റനേകരുണ്ടായിരുന്നു. ശരിയാണോ? സംശയമുണ്ടോ? ഇല്ല. സോ ഭാഗ്യമായിട്ടാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് സുബി ജോണിന് 3 മാർക്ക് കൊടുക്കുക. 1 മാർക്ക് കുറവുണ്ട് സെക്കൻഡ് ആൻസറിൽ. അപ്പോൾ 4 ആയി. 4 പിന്നെയും ഒരു ഭാഗത്തിൽ തെറ്റുപറ്റി. തെറ്റല്ല, പൂർണ്ണമല്ലായിരുന്നു. സോ യു ഗെറ്റ് 3 marks for that. Right. Now, second question to സുബി ജോൺ. മഹോദരമുള്ള മനുഷ്യനെ യേശു എവിടെ വെച്ചാണ് സൗഖ്യമാക്കിയത്? പള്ളിയിൽ വെച്ച്. -1 mark, and the next chance goes to Bibin K. Matthew. ഗന്നസരേത്ത്. -1 mark.
ഇനിയും വല്ല സ്ഥലമുണ്ടോ മിസ്സസ് മിനി ജോൺസൺ? പരീക്ഷ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ചാണ്, പള്ളി വെച്ചുമല്ല, ഗെനസിസ്. പരീക്ഷ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ചാണ്. ബിബിൻ കെ മാത്യുവിന് ചെറിയ സംശയമുള്ളതുപോലെ തോന്നുന്നു. സോ ഐ കോൾ ഫോർ ദ റീഡിംഗ്. മിസ്സസ് രാജി, വിൽ യു പ്ലീസ് റീഡ് ലൂക്ക് ചാപ്റ്റർ 14 വേഴ്സ് 1. ഒരു ശബത്ത് ദിവസം പരീക്ഷ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിക്കുവാൻ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. മിസ്റ്റർ ബിബിൻ കെ മാത്യുവിൻ്റെ സംശയം മാറിയോ? എവിടെ വെച്ചായിരുന്നു? പരീക്ഷ പ്രമാണിയുടെ വീട്ടിൽ വെച്ച് മഹോദര ഉള്ള ഒരു മനുഷ്യന് യേശു സൗഖ്യം. Right, all right. That brings us to the close and you get a -1 mark for that, Bibin K. Matthew. So the third question goes to Bibin K. Matthew, right? Ready ആണല്ലോ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലെത്തിയ അഗാബോസ് എന്ന പ്രവാചകൻ എന്താണ് പ്രവചിച്ചത്? ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും. വളരെ ശരിയായ മറുപടിയാണ്. 5 marks for Bibin K. Matthew. സന്തോഷമായോ? All right, that's the right answer. 5 marks. Will you please give me the marks? Mr. Bibin Matthew gets 4 marks. Mr. Bibin Matthew gets 4 marks. Miss Subi John gets 2 marks. Mrs. Subi John gets 2 marks. And Mrs. Minnie Johnson gets no marks. And Miss Minnie Johnson gets no mark. All right, now we go to the Christian focus round. The first question goes to Subi John. All right. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്രിസ്ത്യൻ ഹിസ്റ്ററി, ബൈബിൾ ഹിസ്റ്ററി എല്ലാത്തിനും ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ റെഫറൻസ് ബൈബിൾ ഏതാണ്? പാസ്സാണ്. മിസ് മിനി ജോൺസൺ? പാസ്സാണ്. ബിബിൻ കെ മാത്യു? പാസ്സാണ്. ക്വിസ് മത്സരങ്ങൾ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബൈബിൾ റെഫർ ചെയ്യണം. മലയാളത്തിലെ ആദ്യത്തെ റെഫറൻസ് ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ എല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റില്ല. ദാനിയേൽ ബൈബിൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നറിയാമോ? അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം തയ്യാറാക്കിയ ബൈബിളാണ് ദാനിയേൽ ബൈബിൾ. ദ ബെസ്റ്റ് മലയാളത്തിലെ ഫസ്റ്റ് റെഫറൻസ് ബൈബിളാണ്. മിനി ഇതുപോലെ ഇപ്രകാരമുള്ള കോമ്പറ്റീഷൻസൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആകും. ഇംഗ്ലീഷ് ബൈബിളിൻ്റേതായിട്ടുള്ള അതേ രീതിയിൽ ഒരുപക്ഷെ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കോപ്പി ഉണ്ടാകും, പക്ഷേ മലയാളത്തിൽ സമാനമായ മറ്റൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, ഡാനിയൽ റെഫറൻസ് ബൈബിൾ. രണ്ടാമത്തെ ചോദ്യം മിസ് മിനി ജോൺസണോടാണ്. വളരെ എളുപ്പമാണ്, 5 മാർക്ക് വായിക്കോളൂ. തിരുവചനത്തിൽ 2 പുസ്തകത്തിൽ ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു അധ്യായം? സങ്കീർത്തനം 14:53. സങ്കീർത്തനം 14. എൻ്റെ ചോദ്യം ശ്രദ്ധിച്ചല്ല മിനി ജോൺസൺ കേട്ടത്. ഇതായിരുന്നു എൻ്റെ ചോദ്യം? ആയിരുന്നോ? ഇതായിരുന്നു ചോദ്യം? പറയും സുബി പറഞ്ഞു, ഇതാണ് ചോദ്യം. കേട്ടില്ലേ? വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ? ദ ക്വസ്റ്റ്യൻ വാസ്, തിരുവചനത്തിൽ 2 പുസ്തകങ്ങളിൽ ഒരുപോലെ പ്രത്യക്ഷപ്പെടുന്ന അധ്യായം. സങ്കീർത്തനങ്ങൾ മിനി പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് ഒരു പുസ്തകത്തിൽ മാത്രമാണ്. അടുത്തത് താങ്കളോടാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഉത്തരം അറിയാമായിരുന്നു. 2 രാജാക്കന്മാർ 19-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 37-ാം അധ്യായം. വളരെ ശരിയായ മറുപടിയാണ്. യു ഗെറ്റ് 4 മാർക്സ് ഫോർ ദാറ്റ്. 2 പുസ്തകങ്ങൾ, അതാ ഞാൻ പറഞ്ഞുകൊണ്ട് ചോദിച്ചത്, പറഞ്ഞത് ശരിയാണോ? 2 പുസ്തകങ്ങളാണ് ചോദിച്ചത്. മിനി പറഞ്ഞത് 2 സങ്കീർത്തന. ഉത്തരം അവിടെ പാളിപ്പോയത്. റൈറ്റ്. സോ മിനി ഗെറ്റ്സ് -1 മാർക്ക് ആൻഡ് ബിബിൻ കെ മാത്യു ഗെറ്റ്സ് 4 മാർക്സ്. ഓക്കെ. അടുത്തത് താങ്കളോടാണ്. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാകുന്നു. ആരോട് പറഞ്ഞു? ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ് ഫോർ ബിബിൻ കെ മാത്യു.
ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. വിൽ യു പ്ലീസ് ഗീവ് ദ മാർക്സ് കാർഡ്? Mr. Bibin K. Matthew 9 marks. Mr. Bibin K. Matthew gets 9 marks. Subi John nil. Subi John gets nil. And Mrs. Minnie Johnson -1. And Mrs. Minnie Johnson -1. Ready? There you go. പുതിയ നിയമത്തിലെ 26ാമത്തെ പുസ്തകം ഏത്? യെസ്, മിനി ജോൺസൺ ഓപ്പൺസ് അക്കൗണ്ട്. പറയൂ. യൂദയുടെ പുസ്തകം. കറക്റ്റ്. 3 മാർക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അറിയാത്ത ചോദ്യങ്ങൾ. റൈറ്റ്. മിസ്സസ് മിനി ജോൺസൺ ഗെറ്റ്സ് 3 മാർക്സ് ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദാവീദ് ശപിച്ച പർവ്വതം ഏത്? ചോദ്യം എല്ലാവരും കേട്ടായിരുന്നല്ലോ. റൈറ്റ്. അറിയാമായിരുന്നോ? പറയണോ? ഒരു ചാൻസ് കൂടെ തരാം. ആർക്കെങ്കിലും പറയാനുണ്ടോ? ഗിൽബോവ. നേരത്തെ പറയാമായിരുന്നു. ഒരു ചാൻസ് കൂടെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് 1 മാർക്കേ തരാൻ പറ്റും. അപ്പോഴത്തേക്ക് 3 മാർക്ക് ചിന്തിക്കാനായിട്ട് കിട്ടി. ഗിൽബോവ പർവ്വതം പിടിച്ചു. സോ 1 മാർക്ക് ഫോർ സുബി ജോൺ. റൈറ്റ്. ഉടനെ പറയണം, സ്പോട്ട് ചെയ്യണം. അതിന് പ്രയാസമുണ്ടോ? അറിയാമായിരുന്നല്ലേ? എന്താ പിന്നെ പറയാൻ? പോയാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി. എപ്പോഴും ഈ കോമ്പറ്റീഷനിൽ നിങ്ങൾ അനേക കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവരാണ്. എപ്പോഴും ഇങ്ങനത്തെ ബസർ റൗണ്ട് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബസർ റൗണ്ടിൻ്റെ ഇത് ബിബ്ലിക്കലായിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ. നമ്മൾ ജനറൽ ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കുമ്പോൾ ബസർ റൗണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പങ്കെടുക്കുമ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും. നമുക്ക് കിട്ടിയാൽ എത്ര മാർക്ക്, പോയാൽ എത്ര മാർക്ക്. കിട്ടിയാൽ 3 മാർക്കാണ്, പോയാൽ എത്ര? 1 മാർക്ക്. അവിടെ 2 മാർക്ക് ലാഭമേ ഉള്ളൂ. ഒരു 75% കിട്ടാനാണ് സാധ്യത. കാരണം നമുക്ക് ഏതാണ്ട് ഉറപ്പുള്ള മറുപടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബസർ അമർത്തുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ 2 മാർക്ക് അതിനകത്ത് 3 മാർക്ക് കിട്ടും. തെറ്റെങ്കിൽ മാത്രമേ -1 വരികയുള്ളൂ. ഓൾ റൈറ്റ്. ആ അഡ്വൈസോടുകൂടി അടുത്ത ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ്. റെഡി? തുകൽ കൊണ്ട് ആദ്യം വസ്ത്രം നിർമ്മിച്ചത് ആരാണ്? യെസ്, മിസ്റ്റർ ബിബിൻ. ദൈവമാണ്. എവിടെ തയ്പ്പിച്ചേ? ഏതൻ പറ്റി അവിടെ ടൈലർ ഉണ്ടായിരുന്നു. റൈറ്റ്. ദ ആൻസർ ഈസ് വെരി റൈറ്റ്. ഏതൻ തോട്ടത്തിലാണ് ദൈവമാണ് ആദ്യമായി തുകൽ കൊണ്ടുള്ള വസ്ത്രം ആരെയാണ് ധരിപ്പിച്ചത്? ആദാമിനെ ഹവ്വയുമാണ്. റൈറ്റ്. ഓക്കെ. സോ ദ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി 2 ചോദ്യമുള്ളൂ. 6 മാർക്ക്. തൻ്റെ സഹോദരന്മാരായ 70 പേരെ കൊന്ന യെരൂബാലിൻ്റെ മകൻ്റെ പേരെന്ത്? യേസുബി. അബിമേലെക്ക്. ഉത്തരം ശരിയാണ്. 3 മാർക്സ് ഫോർ സുബി ജോൺ. And now the last question. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. കാരണം വളരെയധികം ജ്ഞാനം വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. ഓൾ റൈറ്റ്. റെഡി? ബൈബിളിൽ ആദ്യത്തെ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? പറയൂ. ദൈവമാണ്. ദൈവം ആദാമിൻ്റെ വാരിയെടുത്ത് അതുകൊണ്ട് ശസ്ത്രക്രിയയാണോ? ശസ്ത്രക്രിയയാണ്. ഇനി ഞാൻ നെറൂസാക്കത്തില്ല. അപ്പോൾ വളരെ വിദഗ്ധമായൊരു മറുപടിയാണ് ബിബിൻ മാത്യു തന്നത്. സോ 3 മാർക്സ് ഫോർ ബിബിൻ കെ മാത്യു. ആൻഡ് ദാറ്റ് ബ്രിങ്സ് us to the close of Bible bumper round. Will you please give me the scorecard? Mr. Bibin Matthew gets 6 marks. Mr. Bibin Matthew gets 6 marks. Subi John gets 4 marks. Subi John gets 4 marks. Minnie Johnson gets 3 marks. മിനി ജോൺസൺ ഗെറ്റ്സ് 3 മാർക്സ്. റൈറ്റ്. അടുത്തതായിട്ടുള്ളത് വോയിസ് ഓഫ് ടൈംസ് എന്ന് പറയുമ്പോൾ കാലഘട്ടത്തിൻ്റെ ശബ്ദം. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷിയുടെ പങ്ക്. സമയം 7 മിനിറ്റാണ്. മിനിമം സമയമായ 6 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കും. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വാദമുഖങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് 7 മിനിറ്റിനകം പ്രസംഗം അവസാനിപ്പിക്കണം. ഓൾ റൈറ്റ്. അപ്പോൾ 7 മിനിറ്റിന് മേളിൽ പോയാൽ അത് നെഗറ്റീവ് മാർക്സ് വരും. എന്ന് വെച്ചാൽ 1 മാർക്കല്ല, മൊത്തം പെർഫോമൻസിൽ ഇവാലുവേഷനിൽ മാർക്ക് കുറയും. 6 മിനിറ്റിന് മുൻപ് നിർത്തിയാലും ഇവാലുവേഷൻ മാർക്ക് കുറയും. അത് 1 മാർക്കെന്നോ 2 മാർക്കെന്നോ ടോട്ടൽ പെർഫോമൻസ് ആണ് അവിടെ കണക്കാക്കുന്നത്. Am I right? Ready, right. So, the time is 7 minutes and the marks are 7 marks. Will you please set the stage? Mr. Bibin K. Matthew.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ബൈബിൾ കൗണ്ട് 23 വേദിയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ തൊക്കോണം ഒരവസരം ദൈവം ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാമിൻ്റെ ക്വിസ് മാസ്റ്ററായിരിക്കുന്ന ബഹുമാന്യായ മാത്യു വർഗീസ് സാറ്, അതുപോലെ തന്നെ സ്കോർ കീപ്പേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടവർ, എൻ്റെ കൂടെ സഹമത്സരാർത്ഥികൾ, അതുപോലെ എന്നെ ശ്രേവിക്കുന്ന ഏവർക്കും വീണ്ടും ബന്ധുവനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ഇവിടെ അല്പസമയം ചിന്തിക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന, പങ്കുവെക്കാൻ വേണ്ടി ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയിലും ഉയർച്ചയിലും ആരാധനയിൽ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നുള്ള വിഷയം പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് ആദ്യം യഹൂദയിലും യെരുശലേമിലും പിന്നെ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. എനിക്കറിയാം ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന ഈ വിഷയമെന്ന് പറയുന്ന വളരെ കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. ആരാധനയിൽ സാക്ഷ്യത്തിന് പ്രധാനമായൊരു പങ്കുണ്ടോ, അത് സഭയിൽ എപ്രകാരം, ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് എപ്രകാരം കൈത്താങ്ങലായി തീരുമെന്നുള്ള വിഷയമാണ് നാം ചിന്തിക്കാൻ തക്കോണം ആഗ്രഹിക്കുന്നത്. സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ന്യായവിസ്താര സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെയാണ് സാക്ഷ്യത്തിനും അല്ലെ സാക്ഷികൾക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലം നാം പരിശോധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സാക്ഷികൾ ഉള്ള അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം ഉപയോഗിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ സാക്ഷ്യം പറയുന്ന ഒരു പ്രോഡക്റ്റിന് വളരെയധികം മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ വളരെ വളർച്ച ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. എന്നാൽ ഇവിടെ നാം പറയുന്ന അപ്രകാരമുള്ളൊരു സാക്ഷ്യമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുക എന്നുള്ള വിഷയമാണ് നാം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാക്ഷ്യമെന്ന് പറയുമ്പോൾ എന്താണ് സാക്ഷ്യമെന്ന് പറയുന്നത്? നമ്മുടെ സഹോദരന്മാരുടെ മധ്യത്തിൽ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകി തന്ന ജീവനുള്ള നസ്രയനായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അത്ഭുതങ്ങളും വിടുതലുകളും നമ്മുടെ സഹോദരങ്ങളോട് പങ്കുവെക്കുന്നതിനെയാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളുടെ അനുഭവങ്ങൾ, ദൈവം നമുക്ക് നൽകി തന്ന വിടുതലാകാം, നമ്മുടെ രോഗത്തിൽ നിന്ന് ലഭിച്ച സൗഖ്യമാകാം, നമുക്ക് ദൈവമായിട്ട് ഒരുക്കി തന്ന ചില പദ്ധതികളാകാം. അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ സാക്ഷ്യം എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സാക്ഷ്യത്തിന് ക്രൈസ്തവ സഭയിൽ ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീരും. നമുക്കറിയാം, നാം ചിന്തിക്കുമ്പോൾ എപ്പോഴും ബൈബിൾ പരമായി ചിന്തിക്കുമ്പോൾ ഒരു സാക്ഷ്യം അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ബൈബിളിലെ ഏത് കാര്യമാണെങ്കിൽ തന്നെയും അത് പഴയ നിയമത്തിൽ അപ്രകാരം ഉണ്ടായിരുന്നു എന്നും പുതിയ നിയമത്തിൽ അതിന് മാതൃകകൾ ഉണ്ടായിരുന്നു എന്നും നാം ചിന്തിക്കാറുണ്ട്. ആദ്യമായിട്ട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് സാക്ഷ്യത്തിന് ബൈബിളിൽ അതീവ പ്രാധാന്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിന് എപ്രകാരം മാതൃകകൾ നമുക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കറിയാം, പഴയ നിയമം നാം പരിശോധിക്കുകയാണെങ്കിൽ ആഗോളതരമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ പല സ്ഥലങ്ങളിലായിട്ട് യഹോവയെ സാക്ഷീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് യഹോവ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ജനം പാട്ടിലൂടെയും അതുപോലെ തന്നെ സാക്ഷ്യത്തിലൂടെയും പറഞ്ഞായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം നാം എടുത്തു നോക്കുകയാണെങ്കിൽ, പഴയ നിയമ കാലത്ത് ദാവീദിൻ്റെ കാലത്ത് ദാവീദ് ഗോലിയാത്തിനെ തൻ്റെ നേരെ ആ ഇസ്രായേൽ ജനത്തിന് മുഴുവൻ എതിരായിട്ട് ഗോലിയാത്ത് വന്നപ്പോൾ തന്നെ അവിടെ ആ ഗോലിയാത്തിന് എതിരെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ താൻ സ്തുതിച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? ദൈവത്തെ സാക്ഷീകരിക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ആ രാജാവിൻ്റെ മുമ്പിൽ വെച്ച് താൻ ചെയ്ത വീര്യപ്രവൃത്തി എന്നല്ല, ദൈവത്തിലൂടെ താൻ ചെയ്തെടുത്ത സിംഹത്തെയും കരടിയെയും താൻ കൊന്നുകളഞ്ഞതായിട്ടുള്ള വീര്യപ്രവൃത്തികൾ അവിടെ പറഞ്ഞ് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അനേക പഴയ നിയമത്തിൽ കാണുന്ന അനേക കഥാപാത്രങ്ങൾ ഈ രീതിയിൽ സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം സങ്കീർത്തന പുസ്തകം എടുത്തു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 119-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാം വാക്യത്തിലൊക്കെ നമുക്ക് ദാവീദ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം, പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും യേശു
യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുവനെ ആദ്യമായി ഭൂമിയിലേക്ക് അയക്കാനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ അവിടെ കടന്നു വന്ന് യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിലുടനീളം തന്നെ അയച്ചവനായ പിതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതം ചെയ്ത അനേക രോഗികളെ വിടുവിപ്പാൻ തക്കോണം ഇടയായിരുന്നു. അവരെല്ലാവരും ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ആ ജനതയോട് പറഞ്ഞതായിട്ട്, അവരുടെ സഹോദരന്മാരോട് പറഞ്ഞായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്കറിയാം, ദെക്കേപ്പൊല നാട്ടിലെ ഗദര ദേശത്തെ ഭൂതഗ്രസ്തൻ താൻ സൗഖ്യമായ ശേഷം ദെക്കേപ്പൊല നാട്ടിലുള്ള തൻ്റെ സഹോദരങ്ങളോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പിറവിയിലെ കുരുടനായി തീർന്ന ആ വ്യക്തി യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. താൻ അവിടെ ആ പരീക്ഷന്മാരുടെ മുമ്പിൽ തനിക്ക് ലഭിച്ച ആ അത്ഭുതമായിട്ടുള്ള രോഗസൗഖ്യത്തെക്കുറിച്ച് താൻ ഒരു കാര്യം അറിയും, താൻ പിറവിയിലെ കുരുടനായിരുന്നു, എന്നാൽ തനിക്കിപ്പോൾ രോഗസൗഖ്യം ലഭിച്ചു എന്നുള്ള സാക്ഷ്യം അവിടെ പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം മുന്നോട്ട് പോകുമല്ലോ. പിന്നീട് നാം നോക്കുമ്പോൾ നമ്മൾ പുതിയ നിയമത്തിൽ ആകമാനം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ലോകത്തിലെമ്പാടും തൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിൽ പ്രത്യേകിച്ചും ദൈവസഭയിൽ സാക്ഷികളായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരം നോക്കുമ്പോൾ സാക്ഷ്യം എന്നുള്ള ശുശ്രൂഷയ്ക്ക് ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തുടർന്ന് വന്ന ദൈവസഭയുടെ ആരംഭത്തിലുമെല്ലാം വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ നാം ഇന്ന് ചിന്തിക്കുന്നത് ഈ ആരാധനയെ സാക്ഷ്യ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ്, അതുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക് ഉയർച്ചയും വളർച്ചയും എപ്രകാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നാം പറയേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് ചില പ്രത്യേകതകൾ, ഞാൻ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചില പ്രത്യേകതകൾ പങ്കുവെക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവനവൻ്റെ സാക്ഷ്യം അത് യുണീക്ക് ആയിരിക്കും. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു ചെയ്യുന്ന വിടുതലുകൾ അത് യുണീക്കാണ്, അത് വേറൊരാൾക്കും ഉണ്ടാകുന്നതല്ല. മറ്റൊന്ന് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, നാം സാക്ഷ്യം പറയുമ്പോൾ യേശുക്രിസ്തുവിനെ പുകഴ്ത്തി പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ നാം എന്താണ് വെളിപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഒരു സാക്ഷ്യം നാം പറയുമ്പോൾ വേറൊരു സാക്ഷ്യം എന്ത് ചെയ്യുന്നു അവിടെ ഉളവാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, ലോകാപവാദം വരുത്തിയ ജനത്തെ പീഡിപ്പിച്ച സാത്താന്യ ശക്തിക്കെതിരെ അവിടെ സാക്ഷ്യത്താൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്തു, ജയിച്ചതായിട്ട് നമുക്ക് വിശുദ്ധന്മാർ ജയിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പം സാക്ഷ്യം എന്ന് പറയുന്നത് പിശാചിനെ എന്ത് ചെയ്യും, തകർക്കാനുള്ളൊരു വെപ്പണായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും യേശുക്രിസ്തുവിലൂടെ ലഭിച്ച വിടുതലിനെയും മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതാണ്. അത് മുഖാന്തരം ആ കഷ്ടത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനും ദൈവത്തിലേക്ക് അടുത്ത് വരുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഇടയായി തീരുവാൻ തക്കോണം ഇടയായിത്തീരും. തീർച്ചയായിട്ടും ഈ സാക്ഷ്യത്തിലൂടെ ക്രൈസ്തവ സഭ വളരുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ആരാധനയെ സാക്ഷ്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നാം പ്രോത്സാഹിപ്പിക്കണം. എങ്കിൽ മാത്രമേ നിശ്ചയമായിട്ട് നമ്മുടെ ക്രൈസ്തവ സഭ വളരുവാൻ തക്കോണം ഇടയായിത്തീരും. കൂടെയുള്ള വിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാനും അവർ ആത്മീയത വർദ്ധിപ്പിക്കാനും ഇടയായി തീരുകയുള്ളൂ. ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. Mrs. Subi John. ദൈവനാമത്തിന് മഹത്വം. ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ മാത്യു സാർ, ജഡ്ജസ്, പ്രേക്ഷകരായിരിക്കുന്ന ഏവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആധുനിക സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയെ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ദൈവവചന അടിസ്ഥാനത്തിൽ പ്രസംഗിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. സഭ എന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ്. അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടത്തിൽ തിരുവചന ഘോഷണത്തിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ആയതുപോലെ തന്നെ ആധുനിക സഭയിൽ സാക്ഷ്യത്തിനും തിരുവചന ഘോഷണത്തെ പോലെ തന്നെ പ്രാധാന്യം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകണം. ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തിന് ഏതെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അടുത്തത് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്ന്, ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടാകാം. അതായത് നമുക്ക് പ്രാർത്ഥന, ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ സാക്ഷ്യത്തിലൂടെ നമുക്ക് പ്രസ്താവിപ്പാനായിട്ട് കഴിയും. കാരണമെന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാരാഗൃഹത്തിലായിരുന്ന പത്രോസിനെ
ദൈവം വിടുവിച്ചത് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന നിമിത്തമാണ്. അതുപോലെ തന്നെ നമുക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമത്തെ ഘടകം, ദൈവം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തന്നാൽ അത് പൊതുസഭയിൽ പ്രസ്താവിപ്പാൻ ഇടയായിത്തീരണം. അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരും. മൂന്നാമതായിട്ട് ഘടകമെന്ന് പറയുന്നത്, ദൈവത്തിന് നാം നന്ദി അർപ്പിക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നമ്മുടെ സാക്ഷ്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട് നമ്മുടെ സാക്ഷ്യം ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കണം. അതായത് ആത്മീയമായും ഭൗതികമായും ദൈവം നമുക്ക് നൽകിയ നന്മകൾ, ദൈവം നൽകിയ രോഗത്തിൽ നിന്നുള്ള വിടുതലുകൾ, സാമ്പത്തിക ബാധ്യതയിൽ നിന്നുള്ള വിടുതലുകൾ ഒക്കെ ദൈവസഭയിൽ നമുക്ക് വാസ്തവമായിട്ട് പ്രസ്താവിപ്പാനായിട്ട് കഴിയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, സഭാമധ്യേ ഞാൻ യഹോവയെ വാഴ്ത്തും. അതായത് ദൈവം നമുക്ക് നൽകിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, പാപത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത്, ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ സഭാമധ്യേത് ദൈവനാമത്തിന് മഹത്വമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമതായിട്ട് അത് ജീവനുള്ള സാക്ഷ്യമായിരിക്കണം. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാകത്തക്കവണ്ണം ജീവനുള്ള സാക്ഷ്യമായിരിക്കണം നമ്മുടെ സാക്ഷ്യങ്ങൾ. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ മുറിപ്പെടുത്തുന്നതോ ആയിരിക്കുവാനായിട്ട് പാടില്ല. സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, 115-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ ഇന്നു മുതൽ യഹോവയെ വാഴ്ത്തും. ജീവനുള്ളവരായിരിക്കുന്ന നാം ദൈവസന്നിധിയിൽ സാക്ഷ്യത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഇടയായിത്തീരും. മൂന്നാമതായി കാണുന്നത്, സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല, അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം ആയിത്തീരുവാൻ ഇടയായിത്തീരണം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ കാണുവാൻ കഴിയുന്നു, 2 പേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഒന്ന് പരീശനും മറ്റവൻ ചുങ്കക്കാരനുമായ മനുഷ്യനായിരുന്നു. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നേടുന്നതിലൊക്കെ പദാരം കൊടുക്കുന്നു, അങ്ങനെ മറ്റുള്ളവർക്ക് ഔദാര്യമായി ദാനം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ചുങ്കക്കാരനായ മനുഷ്യനോ സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ചുങ്കക്കാരനായ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയും. ആയതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ തന്നെ നമ്മുടെ സാക്ഷ്യത്തിലും നമ്മുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയല്ല, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആയിത്തീരുന്നുവെങ്കിൽ നാം നീതീകരിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നാലാമതായിട്ട് നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതായിരിക്കരുത്, മറിച്ച് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാനും മറ്റുള്ളവരുടെ വിശ്വാസം ഉറയ്ക്കുന്നതിനും കാരണമായി തീരുവാൻ ഇടയാകണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, പ്രബോധനമുണ്ട് എന്നെല്ലാം പറഞ്ഞു വന്ന് താഴെ പറയുന്നു, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകേണ്ടതാണ്. അതായത് നമ്മുടെ സാക്ഷ്യവും ആത്മീയ വർധനയ്ക്ക് വേണ്ടി ഉതകുന്നതായി മാറുവാൻ ഇടയായിത്തീരണം. അഞ്ചാമതായിട്ട് ദൈവത്തോടുള്ള നന്ദി പ്രകടനമായിരിക്കണം നമ്മുടെ സാക്ഷ്യങ്ങൾ. അതായത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ അത് ദൈവനാമത്തിന് മഹത്വത്തിനും അത് ദൈവത്തോടുള്ള നന്ദി പ്രകടനവും ആയിത്തീരുവാൻ ഇടയായിത്തീരും. സങ്കീർത്തനം 116-ാം അധ്യായത്തിൽ കാണുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വാഴ്ത്തും എന്ന് കാണുവാൻ കഴിയുന്നു. തിരുവചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവം നൽകിയ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ, മറ്റുള്ളവരുടെ മധ്യത്തിൽ, ദേശത്തിൽ, കുടുംബത്തിൽ ഒക്കെ സാക്ഷ്യം പറഞ്ഞ അനേക വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചില വ്യക്തികളെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, 2 കുരുടന്മാർ വഴിയരികെ ഇരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അതുവഴി കടന്നു പോകുന്നത് കണ്ടവർ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് അങ്ങനെ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അവർ ദേശത്തൊക്കെയും പോയി യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തനായ മനുഷ്യൻ, വസ്ത്രം ധരിക്കാതെ ശവക്കല്ലറകൾ കിടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആ മനുഷ്യനും തൻ്റെ ഭവനത്തിലും മറ്റുള്ളിടത്തും ഒക്കെ പോയി സുവിശേഷം പറയുവാൻ ഇടയായിത്തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പിറവിയിലെ കുരുടനായ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കിയപ്പോൾ പള്ളിയിലും ചെന്ന് ദൈവാലയത്തിലും പുരോഹിതന്മാരോടുമൊക്കെ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോസ്തലനായ പൗലോസ്
ഇപ്രകാരം പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തു എന്ന്. തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ അത് പ്രാപിച്ച് അത് സഭയിൽ നാം സാക്ഷ്യം പറയുമ്പോൾ ആധുനിക സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അത് പുതിയൊരു വിശ്വാസി കടന്നു വരുമ്പോൾ അത് അവരുടെ വിടുതലിനും കാരണമായി, വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും കാരണമായി തീരുവാൻ ഇടയായിത്തീരും. അങ്ങനെ ജീവനുള്ളതും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ നമ്മെ തന്നെ പുകഴ്ത്തുന്നതായി തീരാതെ ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുന്ന സാക്ഷ്യത്തിലൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ അത് ആധുനിക സഭയിൽ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ, അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുവാൻ ഇടയായി തീരും. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയുവാൻ സഭകളിൽ ദൈവം നമ്മളെ ഏവരെയും ഇടയാക്കട്ടെ എന്ന ആഹ്വാനത്തോടെ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Next is Mrs. Minnie Johnson. ക്രിസ്തുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബ്രദർ മാത്യു വർഗീസ് സർ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭകളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക് എന്നുള്ളതാണ്. ആധുനിക ലോകത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അനേക ക്രൈസ്തവ സഭകൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഓരോ ക്രൈസ്തവ സഭയ്ക്കും അതിൻ്റേതായ വിശ്വാസങ്ങളും പലതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്. സഭ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെയും വിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്നവരുടെയും കൂട്ടം ആണ്. വാങ്ങിപ്പോയവർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ആയുസ് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് തനിക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ള അർത്ഥമാണ്. അവിടേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമുക്ക് ഒരു ഒരുക്കം ആവശ്യമാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ഒരുക്കത്തിന് ഏറ്റവും വളരെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് ചെയ്തു തന്ന എല്ലാ നന്മകളെയും എല്ലാ കൃപകളെയും നടത്തിയ നല്ല വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ആ ആരാധനയിൽ കൂടെ എപ്രകാരം ഒരു സാക്ഷ്യ ശുശ്രൂഷ നിർവഹിക്കാം, ദൈവം തന്ന കൃപകളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് സാക്ഷ്യ ശുശ്രൂഷയുടെ പ്രാധാന്യം. സാക്ഷ്യ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ചിന്തകളിൽ പലവിധമായ അനുഭവങ്ങളാണ് കടന്നു വരുന്നത്. ആദ്യം തന്നെ ആദിമസഭയുടെ കാലത്തേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി സാക്ഷികളായ അനേകരെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലും സഭാ ചരിത്രങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അനേകരെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തൻ്റെ ജനന സമയത്ത് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ബലിയർ ആയപ്പോൾ മുതൽ, ആ കുഞ്ഞുങ്ങൾ മുതൽ, സ്തേഫാനോ സഹദ മുതൽ, കർത്താവിൻ്റെ ശിഷ്യന്മാർ മുതൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും അനേക പേർ ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികളായിട്ട് തീർന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് സഭയുടെ വളർച്ചയ്ക്ക് വലിയൊരു കാരണമായി തീർന്നിരുന്നു. എവിടെ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സാക്ഷികൾ കൂടുമ്പോഴാണ് സഭയുടെ വളർച്ച സാധ്യമായി തീരുന്നതെന്ന്. ക്രിസ്ത്യാനികൾ ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പോലും, ക്രിസ്തീയ സഭകൾ എന്തെന്നോ ക്രിസ്തുവിനെ ആരെന്നോ അറിയാത്തിരുന്ന സമയത്ത് പോലും യേശു ക്രിസ്തുവിനെ സാക്ഷിച്ച് പ്രസംഗിക്കുമ്പോഴും സുവിശേഷം നടത്തുമ്പോഴും ഒക്കെയുമാണ് ക്രിസ്തീയ സഭയുടെ വളർച്ച സാധ്യമായിട്ടുള്ളത്. അതെ, രക്തസാക്ഷികൾ സഭയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിരുന്നു. രണ്ടാമതായി സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മെപ്പറ്റി മറ്റുള്ളവർ സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. അതിനത്യാവശ്യമായി വേണ്ടത് നമ്മുടെ നല്ല ജീവിതമാണ്. നമ്മുടെ ജീവിതം നൽവരങ്ങളോടുകൂടിയുള്ളതാകുമ്പോൾ മറ്റുള്ളവർ നമ്മെപ്പറ്റി സാക്ഷ്യം പറയും. അത് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഇടയാകും. അതായത്
പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ നല്ല ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മെപ്പറ്റി സാക്ഷ്യം പറയുവാൻ ഇടയാകും. അത് മറ്റുള്ളവരെ നമ്മിൽ കൂടെ ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ ഒരു കാരണമാകും. അത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കുവാനും കാരണമാകും. അവിടെ സഭയുടെ വളർച്ചയുണ്ടാകും. അടുത്തതായി അനേക പരിശുദ്ധന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവദാസന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരൊക്കെയും സഹിച്ച ത്യാഗങ്ങളും സഹിച്ച കഷ്ടതകളും സഹിച്ച പീഡനങ്ങളും എല്ലാം സഭയെ വളർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മദർ തെരേസ, ഫാദർ ഡാമിയൻ, അങ്ങനെയുള്ള ത്യാഗപൂർണമായ ജീവിതം നയിച്ചവരെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിച്ചു. യാതൊരു സാധ്യതകളും, ക്രിസ്തുവിനെ അറിയാൻ യാതൊരു സാധ്യതകളും ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പോലും യേശുക്രിസ്തുവിനെ സാധിച്ചു കൊടുക്കുവാൻ അവരുടെയൊക്കെ ത്യാഗപൂർണമായ ജീവിതം അവരെ സഹായിച്ചു എന്നുള്ളതാണ്. മദർ തെരേസയെ പറ്റി പറയുമ്പോൾ, തെരുവിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി താൻ ഭിക്ഷ യാചിക്കുമ്പോൾ ആദ്യം തൻ്റെ കയ്യിൽ കിട്ടിയത് തുപ്പലായിരുന്നു. ആ തുപ്പൽ തൻ്റെ വസ്ത്രത്തിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കുള്ളത് കിട്ടി, ഇനിയും എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് തരുവാൻ പറഞ്ഞു. എത്ര അർത്ഥവത്തായ കാര്യമാണ്! യേശുക്രിസ്തുവിൻ്റെ എത്ര അനുയോജ്യമായ എത്ര നല്ല പ്രവർത്തനമാണ്! അതെ, ഇപ്രകാരമുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കതൊരു മാതൃകയാവുകയും മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് വരുവാൻ ഇടയാകുകയും ചെയ്യും. അതെ, നമ്മെപ്പറ്റി മറ്റുള്ളവർ സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായിട്ടും സഭ വളരുവാനും അനേകർക്ക് ക്രിസ്തുവിനെ വഴികാട്ടുവാനും ക്രിസ്തുവിലെങ്കിലേക്ക് അനേകർക്ക് ചേരുവാനും അത് ഇടയാക്കുന്നു. മൂന്നാമതായി, നമ്മെ തന്നെ നമുക്ക് സാക്ഷ്യമായി ആക്കാം. ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ മാത്രമല്ല, കയ്പുള്ള അനുഭവങ്ങളിൽ മാത്രമല്ല, സന്തോഷങ്ങളിലും സമാധാനങ്ങളിലും ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തുവാൻ, ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം ചെയ്തു തന്ന നല്ല പ്രവർത്തികളെ ഓർത്ത്, ദൈവം ചെയ്തു തന്ന ജീവിതത്തിൽ ചെയ്തു തന്ന അനേക നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്ത്, എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുമ്പോൾ, ഞാൻ എപ്രകാരമായിരുന്നോ ദൈവം എന്നെ വഴി നടത്തിയെന്ന് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുഖാന്തരം മറ്റുള്ളവരും സഭയിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് ചേരുവാൻ സാധിക്കും. അവിടെയും സഭയുടെ വളർച്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളെ നന്ദിയോടെ എന്നും ഓർത്തുകൊണ്ട്, അവൻ ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്രകാരമുള്ള വേദികൾ അതിന് തീർച്ചയായിട്ടും ഒരു നല്ല അനുഭവവേദ്യമാക്കാവുന്ന സാഹചര്യങ്ങളാണ്. നമുക്ക് ലഭിക്കുന്ന ആ നല്ല വേദികൾ തീർച്ചയായിട്ടും നാം ഉപയോഗിക്കുമ്പോൾ സഭയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല, അനേകരെ ക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതെ, അപ്രകാരം ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് ക്രൈസ്തവ സഭയ്ക്ക് ഒരു വളർച്ച ലഭിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ അവസരത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വോയിസ് ഓഫ് ടൈംസ് അഥവാ കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്ന പ്രസംഗ മത്സരം ഇവിടെ പൂർത്തിയാവുകയാണ്. അതിൻ്റെ നിയമങ്ങളും എങ്ങനെയാണ് അത് വിലയിരുത്തപ്പെടുന്നതെന്നും വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളെ മുന്നമേ അറിയിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാം എന്തു പ്രസംഗിച്ചിരുന്നാലും നമ്മുടെ പ്രസംഗ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്നതായിരിക്കണം നമ്മുടേതായിട്ടുള്ള വാദമുഖങ്ങൾ. ഇവിടെ ഉള്ള പ്രസംഗ വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്ക്. നമ്മുടെ വിഷയം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ മർമ്മപ്രധാനമായ വാക്കിലാണ്: ആധുനിക ക്രൈസ്തവ സഭ. ആധുനിക ക്രൈസ്തവ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ആധുനിക ക്രൈസ്തവ സഭ എന്ന് പറയുന്നതിനപ്പുറമായിട്ട് മറ്റൊരു സഭയുണ്ട്, ആദിമസഭ.
ആദിമസഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താതെ ഒരിക്കലും ആധുനിക സഭയെക്കുറിച്ച് പറയുവാൻ സാധ്യമല്ല. അപ്പോൾ ഇന്നത്തെ സഭയുടെ വളർച്ച, ഉയർച്ച ലക്ഷ്യമാക്കുമ്പോൾ ആദിമസഭയുമായിട്ടുള്ള തുലനമാണ് അവിടെ ആവശ്യമായിരിക്കുന്നത്. ആരാധന ഉണ്ട്, ആരാധനയിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള എതിർപ്പുമില്ല. പക്ഷേ ഇവിടെ നാം ചോദിച്ചിരിക്കുന്നത് ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്കാണ്. വളരെ വിശാലമായിട്ട് മിസ്സസ് മിനി ജോൺസൺ ആരാധനയെക്കുറിച്ച് പറഞ്ഞു. താങ്കളോടൊപ്പമുള്ള ഈ പ്രായത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ആരാധനയിൽ ഒരു സാക്ഷ്യം പറയാൻ സാധിച്ചിട്ടുണ്ടോ? താങ്കളുടെ സഭ ഏതാണെന്ന് വെച്ചാൽ ഏതാ സഭ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിൽ താങ്കളുടെ പ്രായത്തിനൊത്തവണ്ണം വിശുദ്ധ ആരാധനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും താങ്കളുടെ ഒരു സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ സഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് ഞാൻ ചോദിച്ചില്ല. ഇല്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നോ അത് എൻ്റെ ചോദ്യം, താങ്കൾക്ക് അതിന് അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. താങ്കൾക്ക് സാക്ഷ്യം പറയാനുള്ള സാഹചര്യങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സാക്ഷ്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ ധാരാളമുണ്ട്. അത് നമ്മൾ മതി, അവിടെ നിർത്തിയത്. അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഈ പ്രായത്തിനോടകം അതൊന്ന് പറയുവാനുള്ള സാവകാശം കിട്ടിയില്ല. റൈറ്റ്, ദാറ്റ്സ് എ പോയിന്റ്. ബിബിൻ കെ മാത്യു ഏത് സഭയിൽപ്പെടുന്ന ആളാണ്? ഞാൻ IPC-യിലാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ആരാധനാ മധ്യേ സാക്ഷ്യം പറയാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. വെരി ഗുഡ്. സുബി IPC-യിലാണ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ചോദ്യം എന്ന് പറയുമ്പോൾ ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പ്രാധാന്യം. ഇപ്പോൾ മറ്റു പറയുന്ന എല്ലാ കാര്യവും ഞാൻ സമ്മതിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനമായ കാര്യം, ഇന്ന് ക്രിസ്ത്യാനികൾ ഒരു ആരാധനയ്ക്ക് വരുമ്പോൾ ആ ആരാധനയെന്ന് പറയുമ്പോൾ പതിവായിട്ട് പോകുന്നൊരു കാര്യത്തിൽ ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് എന്തെങ്കിലും നമുക്കൊരു പുതിയ ഒരാൾ വരികയാണ് മനസ്സിലാക്കാൻ കഴിയുമോ? അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്. നമ്മുടെ സഭകൾ ഏതായിരുന്നാലും ശരി, അത് ഓർത്തഡോക്സ് ആയാലും കത്തോലിക്കലായാലും IPC ആയാലും ഏതായിരുന്നാലും ആ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സാക്ഷ്യങ്ങൾ സഭയിലുള്ളവരെയാണ് പരിപോഷിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ സാക്ഷ്യങ്ങൾ സഭയ്ക്ക് പുറത്തു പോകണം. നമ്മുടെ ആരാധനകൾ സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധനയായിരിക്കാം, പക്ഷേ പുറത്ത് കിടക്കുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. മദർ തെരേസ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ വടക്കേ ഇന്ത്യയിലല്ല, തെക്കേ ഇന്ത്യയിൽ തന്നെ നാം ഇപ്രകാരമുള്ള അക്രൈസ്തവരുടെ ഗ്രാമങ്ങളിൽ പോയി ഇതിനെക്കുറിച്ച് ഒന്നും ആർക്കും മദർ തെരേസ അറിഞ്ഞുകൂടാ, നമ്മെ അറിഞ്ഞുകൂടാ, യേശുവിനെ അറിഞ്ഞുകൂടാ, ആർക്കും അറിയില്ല. കാരണം ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കാണുന്നതൊക്കെയും ഓരോ ഗോത്ര വിഭാഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ബൈബിളാണ്. അവരുടെ നടുവിലേക്ക് ചെല്ലുമ്പോൾ ഇന്നും ദൈവം എന്താണെന്നോ ക്രിസ്തു ആരാണെന്നോ അറിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എൻ്റെ സഭയിൽ നിന്നുകൊണ്ട് എല്ലാ ആഴ്ചയും ആരാധിക്കുക, എന്നാൽ ഇപ്രകാരം ഭാരതത്തിൽ കിടക്കുന്ന എത്ര കോടി ജനങ്ങൾ, 97.7% ജനങ്ങൾക്ക് ഇന്നും ക്രിസ്തുവിനെ അറിഞ്ഞുകൂടാ. സമ്മതിക്കുന്നോ മിസ്റ്റർ ബിബിൻ? അതെ. ഞാൻ എൻ്റെ സഭയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ദേവാലയത്തിൽ നിന്നുകൊണ്ട് എല്ലാ ആഴ്ച ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയിൽ സാക്ഷ്യത്തിൻ്റെ പങ്കുണ്ടെങ്കിൽ മാത്രമേ അപ്രകാരം പുറമേ ഉള്ള ലോകത്തോട് നമുക്ക് സാക്ഷ്യം പറയാൻ സാധ്യമാകുകയുള്ളൂ. ശരിയാണോ? അപ്പോൾ മർമ്മപ്രധാനമായ കാര്യം, ഈ ക്രൈസ്തവ സഭ വളരണമെന്ന് പറയുമ്പോൾ എൻ്റെ സഭ വലുതാക്കാനെന്നുള്ളതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സഭയിൽ നിന്ന് ആടുകളെ പിടിക്കുന്ന ആ അനുഭവമല്ല, പിന്നെയോ പുതുതായിട്ട് യേശുവിൻ്റെ അനുഭവത്തിലേക്ക് അനേകർക്ക് വരുവാൻ കഴിയണം. നമ്മുടെ ലക്ഷ്യം അതാണ്. അല്ല ഒരാരാധന മോശമാണെന്നോ അല്ലെങ്കിൽ വേറൊന്നും നല്ലതാണെന്നോ അല്ല. നമ്മുടെ ആരാധന എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും അപ്പോസ്തോലിക സഭകൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് ആരാധനയാണ് പരമപ്രധാനമായ, അല്ലേ? ലോകമെമ്പാടും നാം നോക്കുമ്പോൾ, യൂറോപ്പിലൊക്കെ നോക്കുമ്പോൾ ചെറുപ്പക്കാരില്ല. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ അത് തന്നെയാണ് നാം കാണാൻ കഴിയുന്നത്. എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ദേ ഡോണ്ട് ഹാവ് എ ലിവിങ് എക്സ്പീരിയൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവമില്ല. അനുഭവം എങ്ങനെ ഉണ്ടാകുന്നത്? നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ചെറുപ്പം മുതൽ കേട്ട് വളരുമ്പോൾ, കർത്താവ് ഇന്നാർക്ക് രോഗം കൂടുതലായിരുന്നു, അതെ, പ്രാർത്ഥിച്ചു, സഭയായിട്ട് പ്രാർത്ഥിച്ചു, ഇടവക പ്രാർത്ഥിച്ചു, അവർക്ക് സൗഖ്യം ലഭിച്ചു. ആ സൗഖ്യത്തെക്കുറിച്ച് ആ ഇടവകയിൽ ആരാധന മധ്യേ ഇന്നാർക്ക് സൗഖ്യമായി എന്ന് പറഞ്ഞ ഒരു അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്ത് വിചാരിക്കും? സമാനമായ സന്ദർഭങ്ങൾ അവരും ഈ പ്രാർത്ഥനയിലേക്ക് തിരിയും. അവർക്കും ഈ യേശുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. അത് ആരാധനയുടെ ഒരു പ്രാധാന്യവും ചോർത്തിക്കളയുന്നില്ല. അതാണ് ഏറ്റവും വലിയ ആരാധന. കാരണം യേശുവിനെ സാക്ഷിക്കുക എല്ലാവരുടെ മുന്നിൽ, യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് വർണ്ണിക്കുക. സുബി ഓർമ്മിപ്പിച്ചതുപോലെ, ബിബിൻ ഓർമ്മിപ്പിച്ചതുപോലെ
അതെ, നാം തിരുവചനം പഠിക്കുമ്പോൾ സാക്ഷ്യങ്ങളാണ്. ആ സാക്ഷ്യങ്ങളിലൂടെയാണ് നാം കർത്താവിനെ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ സഭ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സഭയായിട്ട് വളർന്നതിൻ്റെ കാരണം സാക്ഷ്യങ്ങളിലൂടെയാണ്. TV ഇല്ല, മീഡിയ ഇല്ല, പത്രങ്ങളില്ല, യാതൊന്നുമില്ല, ഒരു മൈക്ക് സെറ്റ് പോലും ഇല്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ യേശുവിനെക്കുറിച്ച് പറഞ്ഞാണ്. അതെല്ലാം സാക്ഷ്യങ്ങളാണ്, വായ്മൊഴിയായിട്ട് നൽകിയ സാക്ഷ്യങ്ങളാണ്. അത് അനേക കാര്യങ്ങളെ പിടിച്ച് പിന്നീട് വരമൊഴിയായിട്ട് പുസ്തകങ്ങളും അച്ചടിയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനദണ്ഡത്തോടു കൂടിയാണ് നാം ഈ വിഷയത്തെ കാണേണ്ടത്. ഇവിടെ ന്യായവിസ്താരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഇനിയും വരുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പരമപ്രധാനമായ ചോദ്യം. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യസുടെ പങ്ക് ഏറ്റവും വലിയ പങ്കാണുള്ളത്. ഓൾറൈറ്റ്. അപ്പോൾ മിസ്റ്റർ ബിബിൻ ഏതാണ്ടൊക്കെ പറഞ്ഞു വെച്ചു എന്നല്ലാതെ ഇതൊരു യുണീക്കാന്നൊരു വാക്ക് ഉപയോഗിച്ചു. യുണീക്ക് അല്ലേ? ദാറ്റ്സ് എ റൈറ്റ് വേർഡ്. കാരണം ബിബിൻ്റെ സാക്ഷ്യമല്ല സുബിയുടെ അല്ല എൻ്റെ സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറയുന്ന ഓരോരുത്തർക്കും വ്യക്തമായിരിക്കുന്ന ഓരോ കാര്യമാണ്. ഞാൻ ദുബായിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇതുപോലെ ഒരു ശുശ്രൂഷ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എക്യുമെനിക്കൽ ശുശ്രൂഷയാണ്. 14 സഭകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന എക്യുമെനിക്കൽ ശുശ്രൂഷയാണ് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത്. അവിടെ പ്രാർത്ഥന ഉപവാസമാണ് മുഖമന്ത്രി. ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. അപ്പോൾ ആ ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയിൽ അനേകരുടെ വിഷയങ്ങൾ, 100 കണക്കിന് സാക്ഷ്യങ്ങൾ ഉളവാകുന്നത്. അപ്പോൾ ഒരു സാക്ഷ്യമാണ് മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നത്. ആ ഉപവാസ പ്രാർത്ഥന നയിക്കുമ്പോൾ എനിക്ക് 100 കണക്കിനാണ് അനുഭവം ഉണ്ടാകുന്നത്. എന്നാൽ അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിലെ കമ്പ്യൂട്ടർ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോയി പെട്ടെന്ന്. ആ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായിട്ട് തലവനായ മിസ്റ്റർ മാർട്ടിൻ ഹെൻറി, അദ്ദേഹം നമ്മുടെ ശുശ്രൂഷ വരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വളരെ ഡെസ്പറായിട്ട് വിളിച്ചു പറഞ്ഞു. കാരണം കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവനും അത് സ്റ്റോപ്പായിപ്പോയി. ദോഹയിൽ നിന്ന് ആൾ വന്നെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയുള്ളൂ, താമസമാണ്. എങ്കിലും പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു. ദോഹയിൽ നിന്ന് ആൾ വന്നു. പക്ഷേങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചില്ല. വീണ്ടും വിളിച്ചു പറഞ്ഞു, വീണ്ടും പ്രാർത്ഥിച്ചു. അവസാനം ആ വ്യക്തിക്ക് ലണ്ടനിൽ നിന്ന് അടുത്ത ആൾ വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിലെ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് നെറ്റ്വർക്കാണ്. ആ സ്റ്റേറ്റിലെ മുഴുവൻ നെറ്റ്വർക്കാണ്. വലിയ പ്രശ്നങ്ങളുണ്ടാകും. അത് ഇദ്ദേഹത്തെ ബാധിക്കും. ഇദ്ദേഹത്തിൻ്റെ തലവനാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് മിസ്റ്റർ മാർട്ടിനോട് പറഞ്ഞു. അദ്ദേഹം ഇപ്പോഴും ഹൈദരാബാദിലുണ്ട് മിസ്റ്റർ മാർട്ടിൻ ഹെൻറി. ആരംഭിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്രസ് ചെയ്തു. കമ്പ്യൂട്ടർ ഓണായി പ്രവർത്തനക്ഷമമായി. അദ്ദേഹം ഈ സാക്ഷ്യം ദുബായിൽ പറഞ്ഞു. ആ സാക്ഷ്യം കേട്ടു. അത് എല്ലാം പോയി. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉമ്മൽക്കോയ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഐസ് പ്ലാന്റ് ഇതുപോലെ കേടായി. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം. ഇവിടുത്തെ എൻ്റെ ഐസ് പ്ലാന്റ്, അദ്ദേഹത്തിൻ്റെ ചുമതല നടക്കുന്ന ഐസ് പ്ലാന്റ്, എനിക്ക് അദ്ദേഹത്തെ നേരത്തെ പരിചയമില്ല. ഇത് മുഴുവൻ നിന്ന് പോയിരുന്നു. പ്രവർത്തനമാണ്. ഇതിപ്പോൾ ഐസ് പ്ലാന്റാണ്. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി പോലും പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളെ എന്താണ് എന്നെ വിളിക്കാനായിട്ട് ഐസ് പ്ലാന്റുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് ബ്രദർ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പറഞ്ഞു, അങ്ങനെ താങ്കൾ തോന്നൽ വരാൻ കാര്യം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് എൻ്റെ ഐസ് പ്ലാന്റിനെയും ജീവിപ്പിക്കാൻ. അതാണ് സാക്ഷ്യം. ഞാനതേ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ സാക്ഷ്യം ഏത് തലത്തിൽ, എവിടെയെല്ലാം, എങ്ങനെയെല്ലാം, അത് രോഗങ്ങളാകാം, പ്രശ്നങ്ങളാകാം, പ്രതിസന്ധികളാകാം, അങ്ങോളം ഇങ്ങോളം അനേകായിരങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സാക്ഷ്യം. ഓൾറൈറ്റ്. അതിൽ സഭയ്ക്ക് പങ്കുണ്ട്, സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, ചുമതലയുണ്ട്. സഭയെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. സഭയുടെ വളർച്ച ഉയർച്ചയൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ വളർച്ചയും ഉയർച്ചയും എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭ ആകമാനമാണ് നാം നോക്കേണ്ടത്. ഇന്ന് ലോകത്തിൽ ഇത് കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനേകർ യേശു ഇനി കണ്ടെത്തിയ ഒരു സഭ വിടുകയാണ്. ഇന്ന് യൂറോപ്പിൽ ഏറ്റവും തകർന്നുകൊണ്ടിരിക്കുന്ന മതം ക്രിസ്തു മതമാണ്. വേറൊരു മതം അതിൻ്റെ സ്ഥാനത്ത് കെട്ടി മുന്നേറി പോവുകയാണ്. 2030 ആകുമ്പോൾ ഈ ക്രിസ്തുമതത്തിനെ പിന്തള്ളിക്കൊണ്ട് അത് ഏറ്റവും വലിയ മതമായിട്ട് മാറും. നമ്മുടെ ദേവാലയങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആളില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം സാക്ഷ്യമാണ്. അപ്പോൾ ചുമ്മാ സാക്ഷി പറയല്ല. സാക്ഷ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമുണ്ട്. ഓരോ സാക്ഷ്യവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. സുബി പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് 1:8 വായിച്ചു. റൈറ്റ്. ആകണം എന്നല്ല, ആകും എന്നാണ്. ആകണമെന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സാക്ഷികൾ ആകും. ആരും ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു സാക്ഷ്യവും നമ്മൾ പറയുന്നത് അത് അടവെച്ച കോഴി അത് മുട്ടകളെല്ലാം വിരിഞ്ഞെന്ന് പറയുന്നതോ പശു പ്രസവിച്ച കാര്യമല്ല.
അതിനേക്കാൾ, അതും സാക്ഷ്യമാണ്, പക്ഷെ അതിനേക്കാൾ കാതലായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് പരമപ്രധാനമായ കാര്യം. യേശുക്രിസ്തു ജീവിക്കുന്നതെന്ന് പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവിൽ. അപ്പോൾ അത് രണ്ടാമത്തെ ഘടകമാണ്. പക്ഷേ സാക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ കാര്യമാണ്. ഓൾറൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള തലത്തിൽ നോക്കുമ്പോൾ ബിബിൻ കെ മാത്യു, താങ്കളുടെ പ്രസംഗം യൂണീക്കായിരുന്നു. താങ്കൾക്ക് 5 മാർക്ക് ലഭിക്കുന്നു. രണ്ടാമത്തെ പ്രസംഗം സുബി ജോണിൻ്റേതായിരുന്നു. ഒരുപാട് വേദവാക്യങ്ങൾ പറഞ്ഞു. ഒരു 12 എണ്ണമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ. പക്ഷേ എപ്പോഴും നാം ഒരു ഉദ്ധരണി നാം പ്രസംഗത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാകണം. നമ്മൾ കൊണ്ട് കണക്ട് ചെയ്താൽ കണക്ഷൻ ശരിയാകുകയില്ല. മനസ്സിലായില്ലേ? ഇതെല്ലാം ശരിയാണ്, അപ്പോൾ അത് ഇതുകൊണ്ട് ഇങ്ങനെ വരണം. ഇല്ല, ഡയറക്റ്റായിട്ട് നാം പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉദ്ധരണികൾ ഉത്തരവുണ്ടെന്ന് പറഞ്ഞാൽ അനുസരിച്ച് നമ്മളിങ്ങനെ പറഞ്ഞിറങ്ങി പോകും. പക്ഷേ ഒരു ഓഡിയൻസിനെ അത് പിടിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ധരണികളായിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പരിപൂർണമായിട്ട് അപ്രകാരം ഉണ്ടായില്ല. ഉദ്ധരണികൾ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ കണക്ഷൻസ് വളരെ കുറവായിരുന്നു. യു ഗെറ്റ് 4.5 മാർക്സ്, 4.5 മാർക്ക്. റൈറ്റ്. മൂന്നാമതായിട്ട് മിസസ് മിനി ജോൺസൺ, തകർപ്പ് പ്രസംഗമായിരുന്നു, എല്ലാം കാര്യമാണ്. പക്ഷേ ആ തകർപ്പിൽ സമയത്തിൻ്റെ പരിധി മറന്നുപോയി. ഞാൻ 7 മിനിറ്റ് കഴിഞ്ഞ് 2 സെക്കൻഡ് 3, 4, 5 എണ്ണി നോക്കണമെങ്കിൽ ഒരു നിവൃത്തിയില്ല. അപ്പോൾ അതൊരു മൈനസ് പോയിൻ്റാണ്, എനിക്കത് പരിഗണിക്കരുത്. പിന്നെ എപ്പോഴും ക്രിസ്തുവിൻ്റെ രക്തസാക്ഷികൾ, സഭയുടെ, ഇതൊന്നും നമ്മുടെ വിഷയം. രക്തസാക്ഷികളുടെയൊക്കെ കാര്യം ആരാണ്? ഇപ്പം നിങ്ങൾ ഒരു വികസിത മേഖലയിൽ, ഒരു വികസനമില്ലാത്തൊരു മേഖലയിലോ അല്ലെങ്കിൽ ഈ പള്ളിയോ മറ്റൊന്നും കാണാൻ വയ്യാത്ത ഒരു ഗ്രാമത്തിലോ അപ്രകാരം ജനതയുടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ രക്തസാക്ഷിയോ മറ്റ് യാതൊരു സാക്ഷിയോ ഇല്ല. അവിടെ ആവശ്യമായിരിക്കുന്ന ആരാ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവമാണ്. ഈ രക്തസാക്ഷിയുടെ കാര്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള ക്രൈസ്തവ തലങ്ങൾ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും. അക്രൈസ്തവ സമൂഹത്തിൻ്റെ ചെന്നാൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്താ? നമ്മുടേതായിട്ടുള്ള സമൂഹത്തിൽ രക്തസാക്ഷികളുണ്ട്, രക്തസാക്ഷികളുടെ രക്തം കൊണ്ടാണ് സഭ വളർന്നത്, ഒക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഇവിടുത്തെ ചോദ്യമെന്ന് പറയുമ്പോൾ ആ രക്തമെന്ന് പറയുമ്പോൾ സാക്ഷ്യ ശുശ്രൂഷയുടെ അനുഭവമാണ് അവർക്കുണ്ടായിരുന്നത്. ആ രക്തം കൊണ്ടാണ് ഈ സഭ വളർത്തിയത്, അല്ലേ? അവർ ഓർത്തഡോക്സുകാരായിട്ടോ മാർത്തോമാക്കാരായിട്ടോ CSIക്കാരായിട്ടല്ല, അവർ യേശുവിന് വേണ്ടിയാണ് രക്തം ചിന്തിയത്. റൈറ്റ്. ഇപ്പം പിന്നെ സഭ വളർത്തുന്നു. അപ്പോൾ അപ്രകാരം പ്രവർത്തിക്കാൻ തക്കവണ്ണം കഴിയണം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരാധനയിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആരാധനയുടെ അടിത്തട്ടിലേക്ക് സാക്ഷികൾ കയറുമ്പോഴാണ് നമുക്കിപ്പോഴും ഇതിനേക്കാൾ അനേകം മടങ്ങ് നമുക്ക് കർത്താവിലേക്ക് അനേകരെ ആകർഷിക്കാൻ കഴിയുന്നത്. സമയപരിധി തെറ്റിച്ചു, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ ലഭിക്കുമായിരുന്നു. 4 മാർക്ക് എന്നാലും ഞാൻ തരികയാണ്. റൈറ്റ്. എപ്പോഴും സമയം, ഞാനത് ആദ്യമേ 2-3 പ്രാവശ്യം എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം. സമയം കുറഞ്ഞു പോയാലും മാർക്ക് കുറയും, സമയം കൂടിപ്പോയാലും മാർക്ക് കുറയും. അതുകൊണ്ട് സമയപരിധി കൂടിപ്പോയി. അതുകൊണ്ട് 8 മിനിറ്റായില്ല, 7.25 ആ പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാർക്ക് അങ്ങനെ കുറയ്ക്കുന്നില്ല. 4 മാർക്സ്. സോ ദാറ്റ്സ് ഇറ്റ്. വിൽ യു പ്ലീസ് അനൗൺസ് ദ മാർക്സ്? First prize goes to Mr. Bibin K. Matthew. First prize goes to Mr. Bibin K. Matthew with 24 marks. 24 marks. Give a big hand. And the second prize to Mrs. Subi John. Second prize to Mrs. Subi John. 13.5 marks. Right. So that's the end of this round. Please come and take your prizes. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.